Hello guys, welcome to Humpy Vlog. കുറേ നാളുകളായിട്ട് ഒരു ആഗ്രഹമായിരുന്നു ഹംപി പോകണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങളൊരു 6 days ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഞാനും കുട്ടേട്ടനും അപ്പവും പൊന്നും കൂടിയിട്ടായിരുന്നു പോയത്. സോ ഡേ 1 അപ്പം ഞങ്ങൾ പെരിന്തൽമണ്ണ സിറ്റി നിന്നിട്ടും രാവിലെ 9 മണിയുടെ ബസ് മൈസൂരിലേക്ക് പിടിച്ചു. ഒരു 6:25 ഞങ്ങളുടെ ട്രെയിൻ നേരെ ഹംപിക്ക് എത്തി. അപ്പോൾ രാത്രിയിൽ ട്രെയിനിലായിരുന്നു ഫുള്ള് സ്പെൻഡ് ചെയ്തത്. ഡിന്നറൊക്കെ അവിടെ നിന്ന് കഴിച്ചു. കുറേ നേരം ലുഡോ ഒക്കെ കളിച്ചിരുന്നു, കുറേ പാട്ടൊക്കെ പാടി, കുറേ കളിച്ച് ചിരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ ഒരു 7:30 ആയപ്പോഴെത്തി. നല്ല അടിപൊളി സൺറൈസ് ഒക്കെ കണ്ടു. പിന്നെ ഞങ്ങളൊരു 8:30 ഒക്കെ ആയപ്പോഴേക്കും ഹൊസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചു. വിജയനഗര സിറ്റി വളരെ ക്ലീനാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു റൂം കിട്ടി. റിവർ സൈഡ് ഹോം സ്റ്റേയിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ, ബാക്ക് വ്യൂ അടിപൊളിയാണ്. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ ഞങ്ങൾ ടിഫിൻ കഴിക്കാനായിട്ട് പോയി. തൊട്ടടുത്തുള്ള അപ്പു ടിഫിൻ സെൻറ്ററിൽ നിന്നായിരുന്നു. അവിടെ നിന്നിട്ട് ഞങ്ങൾ ദോശ അതേപോലെ ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അവിടുത്തെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മുളക് ചമ്മന്തി ആയിരുന്നു. അങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇറങ്ങി. ഒരു 800 റുപ്പീസിന് ഞങ്ങൾ അവിടെ നിന്നിട്ടും ഒരു സ്കൂട്ടി 24 hours റെൻ്റ് എടുത്തിരുന്നു. അത് വളരെ ലാഭകരമായിട്ട് തോന്നിട്ടോ. ഇവിടെ കറങ്ങി നടക്കാനായിട്ട് സ്കൂട്ടി ഉള്ളത് നല്ലതല്ലേ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹംപിയിലെ ഏറ്റവും പ്രശസ്തവും ജീവിച്ചിരിക്കുന്ന ചരിത്ര സ്മാരകവുമായ വിരൂപാക്ഷ ക്ഷേത്രത്തിലാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ ആകാശത്തെ തൊടുന്ന പോലുള്ള രാജഗോപുരം വളരെ അതിശയിപ്പിക്കട്ടോ. എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ ഉയരത്തിൽ മാത്രമല്ല, നൂറ്റാണ്ടിൽ സൂക്ഷിച്ചു വച്ചിരുന്ന ചരിത്രത്തിലും കലാസമ്പത്തിലുമാണ്. ഹംപി ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്ന നഗരങ്ങളിലൊന്നായ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. എന്നാൽ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ ചരിത്രം വിജയനഗര സാമ്രാജ്യത്തെക്കാൾ പഴക്കമുള്ളതാണ്. 7ാം നൂറ്റാണ്ട് മുതൽ ഈ ക്ഷേത്രം തീർത്ഥാടന കേന്ദ്രമായിരുന്നു. പിന്നീട് 14ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ക്ഷേത്രം കൂടുതൽ വികസിപ്പിച്ചു. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ വിശാലമായ കൽമണ്ഡപം കാണാം. ഇവിടെ കാണുന്ന തൂണുകൾ വെറും കല്ലുകളല്ല, ഓരോ തൂണും ഓരോ കഥയാണ്. രാമായണവും മഹാഭാരതവും ശിവപുരാണവും ഉൾപ്പെടെയുള്ള കഥകൾ അതിസൂക്ഷ്മമായ ശില്പങ്ങളിലൂടെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. യുദ്ധരംഗങ്ങൾ, നർത്തകിമാർ, സംഗീതജ്ഞർ, ആനകൾ, കുതിരകൾ, ദേവന്മാർ എല്ലാം കല്ലിൽ ജീവനോടെ നിൽക്കുന്നത് പോലെ തോന്നും. ക്ഷേത്രത്തിലെ മേൽക്കൂരകളിൽ വിജയനഗര കാലഘട്ടത്തിലെ അപൂർവ ചിത്രകല കാണാം. പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ച് വരച്ച ഈ ചിത്രങ്ങളിൽ ദൈവകഥകളും രാജകീയ ചടങ്ങുകളും ദൈനംദിന ജീവിത രംഗങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ചിത്രങ്ങളുടെ നിറങ്ങൾ ഇന്നും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി ചരിത്രം നോക്കുകയാണെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായ ശ്രീകൃഷ്ണദേവരായർ ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ക്ഷേത്രത്തിലേക്ക് പുതിയ മണ്ഡപങ്ങളും ഗോപുരഭാഗങ്ങളും കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിവരിക്കുന്ന ശിലാശാസനങ്ങൾ ഇന്നും ഇവിടെ കാണാം. ഗുളഗഞ്ചി മാധവ സന്നിധി, അതായത് ഹരിയുടെയും ഹരൻ്റെയും സന്നിധി, ഒരു ക്ഷേത്രത്തിനകത്ത് മറ്റൊരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അവിടേക്ക് പോകാനായിട്ട് സ്റ്റെപ്സൊക്കെ ഇറങ്ങി താഴെ തൂഴ്ന്നിട്ട് വേണം പോകാനായിട്ട്. അവിടെ നമുക്ക് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പ്രതിഷ്ഠയും കാണാം. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അറയിൽ നമുക്കൊരു അത്ഭുതം കാണാൻ സാധിക്കും കേട്ടോ. ഈ ചെറിയൊരു ദ്വാരത്തിലൂടെ കടക്കുന്ന ഈ ഒരു പ്രകാശം 50 അടിയോളം ഉയരമുള്ള ഗോപുരത്തിൻ്റെ തല കീഴായ പ്രതിബിംബം ചുമരിൽ സൃഷ്ടിക്കുന്നു. എന്തൊരു അത്ഭുതമാണല്ലേ. ഫിസിക്സിലെ പിൻഹോൾ തിയറി ഉപയോഗിച്ചിട്ടാണ് അന്നത്തെ ശില്പികൾ ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ ഗോപുരം എടുക്കുകയാണെങ്കിൽ ഏകദേശം 50 മീറ്റർ ഉയരമുണ്ട്. ദ്രാവിഡ വാസ്തുശില്പ കലയിലാണ് ഈ ഒരു ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. താഴത്തെ ഭാഗം കരിങ്കല്ലുകൊണ്ടും മുകളിലത്തെ നിലകൾ ഇഷ്ടികയും ചുണ്ണാമ്പും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ നിലയിലും ദേവീദേവന്മാരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. 1565 വിജയനഗര സാമ്രാജ്യം തകർന്നപ്പോൾ ഹംപിയിലെ ഭൂരിഭാഗ സ്മാരകങ്ങളും നശിപ്പിക്കപ്പെട്ടു. എന്നാൽ വിരൂപാക്ഷ ക്ഷേത്രം മാത്രം അതിജീവിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു പുരാവസ്തു സ്മാരകം മാത്രമല്ല, നൂറ്റാണ്ടുകളായി തുടർച്ചയായി ജീവിച്ചിരിക്കുന്ന ഒരു ആരാധനാലയവും കൂടിയാണ്. ക്ഷേത്രത്തിനടുത്തായി ഹേമകൂട മലനിരകളിൽ ഒരുപാട് കൽമണ്ഡപങ്ങളും നമുക്ക് കാണാം. ഈ മണ്ഡപങ്ങൾ നമ്മെ ചെന്നെത്തിക്കുന്നത് ഭീമാകാരമായ നന്ദിയുടെ പ്രതിമയിലേക്കാണ്. ആ കാണുന്നതാണ് മാതങ്കി ഹിൽസ്.
ഇവിടെ നിന്നിട്ടുള്ള സൺസെറ്റും സൺറൈസും അടിപൊളിയാണ് കേട്ടോ. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഈ ശില്പം വിജയനഗര ശില്പികളുടെ അസാമാന്യ കഴിവിൻ്റെ തെളിവാണ്. ഈ പടിക്കെട്ടിൽ നിന്ന് നോക്കിയാൽ ദൂരെ നമുക്ക് വിരുപക്ഷ ക്ഷേത്രം കാണാം. ഈ പടികൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അച്യുതരായ ടെമ്പിളിലേക്കാണ്. ബാക്കി വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ കൂടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ നൗ.